പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുനക്കര ബസ് സ്റ്റാൻഡിനുള്ളിലാണ്. ഇവിടെ കേരളത്തിലെ ഏറ്റവും വലിയ മാംഗോ ഫെസ്റ്റ് ഇവിടെയാണ് നടക്കുന്നത്. നമുക്ക് അതിന്റെ ദൃശ്യങ്ങളിലേക്കൊന്ന് പോകാം. ഇന്ത്യയിലും വിദേശത്തു നിന്നുള്ള 100-ലധികം വിവിധയിനം മാങ്ങകളുടെ പ്രദർശനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. 100 ഗ്രാം മുതൽ 2.5 കിലോ വരെ തൂക്കമുള്ള നമ്മൾ ഇതുവരെ കാണാത്ത ഒരുപാട് അപൂർവ ഇനം മാങ്ങകളുടെ പ്രദർശനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൂടാതെ കേരളത്തിൽ തരംഗമായ ജപ്പാനിൽ നിന്നുള്ള AI റോബോട്ടിക് നായ്ക്കുട്ടിയുടെ പ്രദർശനവുമുണ്ട്. അതുപോലെ വിവിധ ഇനം റോബോട്ടുകളുടെ പ്രദർശനവുമുണ്ട്. മെയ് 15 മുതൽ 25 വരെയാണ് തിരുനക്കര ബസ് സ്റ്റാൻഡിനുള്ളിലാണ് ഈ പരിപാടി നടക്കുന്നത്. എല്ലാ ദിവസവും രാവിലെ 11 മുതൽ രാത്രി 9:30 വരെയാണ്. അതുപോലെ തന്നെ ഇവരുടെ തന്നെ ഒരു വലിയ പ്രദർശനം എറണാകുളത്ത് മറൈൻ ഡ്രൈവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതേ സമയത്ത് തന്നെ. അപ്പം വൈകുന്നേരം ആയപ്പോഴത്തേന് സ്വല്പം തിരക്കൊക്കെ ആയി. ഇപ്പം അവധി സമയമല്ലേ, അപ്പം നമുക്ക് ഇതിൻ്റെ അകത്തെ ദൃശ്യങ്ങളിലേക്കൊന്ന് പോകാം. ബെങ്കനപ്പള്ളി എന്ന ഒരു അപൂർവ ഇനം മാങ്ങയാണത്. അത് കിലോയ്ക്ക് 100 രൂപയാണ്. ഇത് നീലം മാങ്ങയാണ്. അതുപോലെ ഇത് സിന്ദൂരം എന്ന് പറഞ്ഞ മാങ്ങയാണ്. ഇതിന് കിലോയ്ക്ക് 100 രൂപ വിലയാണ്. അതുപോലെ ആന്ധ്ര വാഴപ്പൂവ് എന്ന് പറഞ്ഞൊരു മാങ്ങയാണ്. ഇതിന് കിലോയ്ക്ക് 160 രൂപയാണ്. നമുക്ക് ഇവിടെ തന്നെ മാങ്ങ രുചിച്ച് ഇത് സിന്ദൂരം എന്ന് പറഞ്ഞൊരു മാങ്ങയാണ്. ഇതിനും കിലോയ്ക്ക് 100 നമുക്ക് ഇവിടെ തന്നെ രുചിച്ച് നോക്കാനുള്ള ഇതെല്ലാം അവർ ചെയ്തു തരുന്നുണ്ട്. അതുപോലെ ഇത് നീലം മാങ്ങ കിലോയ്ക്ക് 100. ലങ്കറ എന്ന് പറഞ്ഞൊരു മാങ്ങയാണിത്. 140 രൂപ കിലോയ്ക്ക്. അതുപോലെ ഇത് സേലം മാങ്ങയാണ്. ഇതിന് കിലോയ്ക്ക് 70 രൂപ. കാലാപ്പാടി എന്ന് പറഞ്ഞൊരു മാങ്ങയാണ്. ഇതിന് കിലോയ്ക്ക് 360 രൂപയാണ്. ശാന്തി മൽഗോവ ആന്ധ്ര ബെങ്കനപ്പള്ളി. മുംബൈ ലാൽബാഗ്. അതിന് 320 രൂപയാണ് കിലോയ്ക്ക് വില. ഇത് 140 രൂപ കിലോയ്ക്ക് ലങ്കറ. ഇത് അൽഫോൺസ എന്ന് പറഞ്ഞൊരു മാങ്ങയാണ്. ലാൽബാഗ് പഞ്ചാബിൽ നിന്ന് വന്നിരിക്കുന്ന മാങ്ങയാണ്. മൂവാണ്ടൻ മാങ്ങ. ഇത് കിലോയ്ക്ക് 100 രൂപയാണ്. ഇത് കൽനീലം. അത് 160 രൂപയാണ് കിലോയ്ക്ക്. ഇത് മുതലമൂർക്കൻ എന്ന് പറഞ്ഞൊരു മാങ്ങയാണ്. ഇത് നല്ല വലുപ്പമാണ്. ഇതിന് കിലോയ്ക്ക് 220 രൂപ. ഇത് 1 കിലോയും മുകളിലൊക്കെ വരും ഒരു മാങ്ങ തന്നെ. ഇത് റുമാനി മാങ്ങയാണ്. ഇത് കിലോയ്ക്ക് 140 രൂപ. മയിൽപ്പീലി എന്ന് പറഞ്ഞൊരു മാങ്ങയാണ്. ഇതിന് 160 രൂപ. ഇത് മല്ലിക എന്ന് പറഞ്ഞൊരു മാങ്ങയാണ്. ഇതിന് കിലോയ്ക്ക് 280 രൂപയാണ്. ഇത് UP ചൗസ എന്ന് പറഞ്ഞ ഒരു മാങ്ങയാണ്. UP നിന്ന് വരുന്നതാണ്. അതിന് 180 രൂപയാണ്.
ഹിമാം പസന്ത് എന്ന് പറഞ്ഞൊരു മാങ്ങയാണത്. അത് UP ആണ്. മൽഗോവ. ഞെട്ടുകുഴി എന്ന് പറഞ്ഞൊരു മാങ്ങയാണ്. ഇത് 160 രൂപ. ഇത് പ്രിയൂർ എന്ന് പറഞ്ഞൊരു മാങ്ങയാണ്. ഇത് നിമിഷ നേരം കൊണ്ടാണ് അത് തീർന്നത്. ഇത് മാൽഡ എന്ന് പറഞ്ഞ ബംഗാളിൽ നിന്ന് വരുന്നതാണ്. ഇതിന് കിലോയ്ക്ക് 180 രൂപയാണ്. ഇത് തമ്പൂർ എന്ന് പറഞ്ഞൊരു മാങ്ങയാണ്. ഇതിന് 140 രൂപ. ഇത് നടശാല എന്ന് പറഞ്ഞൊരു മാങ്ങയാണ്. ഇതിന് 160 രൂപ. തേത്താപ്പൂരി 100 രൂപ. സെന്തൂര മാങ്ങയാണ് 160 രൂപ. നമ്മൾ കണ്ടതാണ്. ഇത് ചക്കരക്കുട്ടി എന്ന് പറഞ്ഞൊരു മാങ്ങയാണ്. ഇത് നമ്മുടെ കണ്ണിമാങ്ങയൊക്കെ പോലെയുണ്ട്, പക്ഷെ ഇത് നല്ല മധുരമാണ്. 240 രൂപ. ആന്ധ്ര നീലം 160 രൂപ. കോലാമ്പാടി അത് 360 രൂപ. ശർക്കര മാങ്ങ അതിന് 240 രൂപയാണ്. അവിടുന്ന് നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേനും ഇവിടെ ആണ് റോബോട്ടിക് നായ്ക്കുട്ടിയുടെ ഒക്കെ AI ടെക്നോളജിയിലുള്ളതാണ്. ഇതിന് 6-7 ലക്ഷം രൂപ തന്നെ വില വരുന്ന റോബോട്ടാണ്. ഇവിടെ വരുമ്പോഴത്തേന് ഏറെക്കുറെ 8-9 ലക്ഷം രൂപയോളം വരും ഒരു റോബോട്ടിന്. അത് നമ്മുടെ നായ എങ്ങനെ നമ്മളോട് പെരുമാറുന്ന അതുപോലെ തന്നെയാണ് അതിനെ പ്രോഗ്രാം ചെയ്യിച്ചിരിക്കുന്നത്. അതുപോലെ ഇതൊരു പാമ്പാണ്. ഇതെല്ലാം നമുക്ക് ഇത് ആരെ ഉപദ്രവിക്കുന്നതൊന്നുമല്ല. നമുക്ക് യഥേഷ്ടം കൈകീറ്റിലൊക്കെ വെക്കാം. അതുപോലെ പക്ഷികളുണ്ട്. ഒരു വീട്ടിലെ നായ എങ്ങനെ നടക്കുന്നോ അതേ രീതിയിൽ തന്നെയാണത് കളിക്കുന്നതും എല്ലാം അതേ രീതിയിലാണ് പ്രോഗ്രാം ചെയ്യിച്ചിരിക്കുന്നത്. ഇവിടുന്ന് നമ്മൾ നേരെ അകത്തോട്ട് കയറുമ്പോഴത്തേന് ഫർണിച്ചറിൻ്റെ ഷോപ്പുകളിലേക്കാണ്. ഫർണിച്ചർ തന്നെയല്ല, നിരവധി കാഴ്ചകൾ അകത്ത് വീണ്ടും ഉണ്ട്. നമുക്ക് അങ്ങോട്ടൊന്ന് പോവാം. നമ്മുടെ സ്ഥലം എവിടെ? സ്ഥലം എവിടെ? കോട്ടക്കൽ, മലപ്പുറം കോട്ടക്കൽ. ഇവർക്ക് ഒരുപാട് ഫർണിച്ചർ ഐറ്റംസുകളൊക്കെ ഉണ്ട്. നമ്മളിവിടെ ഓർഡർ ചെയ്യുകയാണെങ്കിൽ അവർ നമ്മുടെ വീട്ടിൽ എത്തിച്ചു തരും. അതുപോലെ ഇവിടെ ബുക്ക് ചെയ്യുമ്പോഴത്തേന് റേറ്റ് കുറവുണ്ട്. ഫ്രീ ഡെലിവറിയാണ്. 10 വർഷം ഗ്യാരണ്ടി. അതുപോലെ ഇവിടെ ഒരു ചെയറുണ്ട്. അത് നമുക്ക് ഇരിക്കാം, കിടക്കാം എന്ന് വേണ്ട രീതിയിലെല്ലാം മടക്കി വെക്കാവുന്ന ടൈപ്പാണ്. ഇതിന് ഇവിടെ ബുക്ക് ചെയ്താൽ 17,500 രൂപയാണ്. ഇതെന്നാ വില വരും? ഇതിന് ഇവിടുന്ന് ബുക്ക് ചെയ്താൽ 17,500. ഗ്ലാസുകളൊക്കെ വെക്കാം.
17,500 അല്ലേ? 17,500. ഇത് ബോഡി മസാജറിൻ്റെ ഒരു ഷോപ്പാണ്. അതും ഇതുപോലെ ഇവിടെ നിന്ന് സാധനം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വിലക്കുറവുണ്ട്. ഇത് നിരവധി അസുഖങ്ങൾക്ക് പ്രതിവിധിയാണെന്നാണ് ഇവർ പറയുന്നത്. അതുപോലെ തൊട്ടടുത്ത് വരുന്നത് പിന്നെ നമ്മുടെ വാഹനങ്ങളൊക്കെ വാഷ് ചെയ്യുന്ന പ്രഷർ പമ്പുകളാണ്. കാർ വാഷർ, ഇത് ഹൈ പ്രഷർ ഉള്ളതാണ്. അതുപോലെ ഇത് ലേഡീസിൻ്റെ ചുരിദാർ മെറ്റീരിയൽസൊക്കെയാണ്. വളരെ മനോഹരമായ തുണിത്തരങ്ങളൊക്കെയാണ്. ഇതും വിലക്കുറവാണ്. ഇതെല്ലാം എത്ര പ്രൈസ് സ്റ്റാർട്ടിങ് എത്രയാണ്? അടുത്ത ഷോപ്പ് കീ ചെയിന്, അതുപോലെ വീട്ടിൽ വേണ്ട ചെറിയ ചെറിയ സ്ക്രൂ ഡ്രൈവർ ഐറ്റംസുകൾ, അതുപോലെ ചീപ്പ്, അങ്ങനെ നിരവധി ഐറ്റംസാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഒരുപാട് സെലക്ഷനുകളുണ്ട്. ഇത് ബെഡ്ഷീറ്റിൻ്റെ ഒരു ഷോപ്പാണ്. ഡബിൾ കോട്ട് അങ്ങനെയുള്ള ഇതെല്ലാം ഓഫർ പ്രൈസിലാണ്. 2 എണ്ണം 3 എണ്ണം അങ്ങനെയൊക്കെ എടുക്കുന്നതനുസരിച്ചാണ്. അതുപോലെ ഇത് ബുക്ക് സ്റ്റാളാണ്. നിരവധി ബുക്കുകളുടെ ഒരു വലിയൊരു കലവറ തന്നെയാണിത്. ഇവിടെ ഇതുപോലെ തന്നെ ഓഫറുകളാണ്. ഇവിടെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്, നമുക്ക് കാണാം. അതുപോലെ ഇത് മുട്ടായികളുടെ ഒരു വലിയൊരു ശേഖരമാണ്. കാരണം പഴയ കാലത്തെ മുട്ടായികളാണ്. മറ്റേ ജീരക മുട്ടായി, തേൻ മുട്ടായി, കടല മുട്ടായി, അതുപോലെ ബീഡി മുട്ടായി, അങ്ങ് വേണ്ട 90 കാലഘട്ടത്തിലുള്ള ഒരുപാട് മുട്ടായികളുടെ ബീഡി മുട്ടായികളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അത് അതിൻ്റെ ഒരു വലിയൊരു ശേഖരം തന്നെയാണ്. നമുക്ക് ഇങ്ങനത്തെ സ്റ്റാളുകളിൽ മാത്രമേ ഇതിങ്ങനെയുള്ള അപൂർവമായിട്ടുള്ള മിഠായികളൊക്കെ കാണാൻ പറ്റത്തുള്ളൂ. ഇത് വീട്ടുപകരണങ്ങളൊക്കെയാണ്. കത്തികളെ, അതുപോലെ അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. ചട്ടികളെ ഉണ്ട്, നോൺ സ്റ്റിക്ക്, അങ്ങനെയുള്ള ഒരുപാട്. അതുപോലെ ഇത് ചെരുപ്പിൻ്റെ ഷോപ്പാണ്. പുതിയ കാലഘട്ടത്തിനനുസരിച്ചുള്ള പുതിയ മോഡലുകളെല്ലാം ഇവിടെയുണ്ട്. ഇതെല്ലാം സ്റ്റാളൊക്കെ തുടങ്ങി വരുന്നതുള്ളതുകൊണ്ട് ഇത് അച്ചാറുകളുടെ ഒരു വലിയൊരു കേന്ദ്രമാണ്. ഒരുപാട് വെറൈറ്റി അച്ചാറുകളാണ് ഇവിടെ ഉള്ളത്. ഇത് മൊബൈൽ ഫോണിൻ്റെ കവറുകളാണ്. ഇത് 100 രൂപ തൊട്ടാണ് ഇവിടെ സ്റ്റാർട്ടിങ്. മിക്കതിനും 100 രൂപയേ ഉള്ളൂ. അതുപോലെ ആപ്പിളിൻ്റെ, ഐഫോണിൻ്റെ കവറുകൾ, അങ്ങനെയുള്ള എല്ലാം 100 രൂപ തൊട്ട് കിട്ടുക എന്ന് പറയുന്നത്. അതുപോലെ സോക്സാണ്. പിന്നെ അതുകൂടാതെ USB ഫാൻ. ഇത് USB ഫാനാണ്. നമ്മുടെ ഫോണിൻ്റെ ഫാൻസി കവർ, iPhone only fancy covers. ಎಲ್ಲ ಸಾನಿತ್ತು. ആപ്പിൾ ഐഫോണിൻ്റെ കവറുകൾ. അതുപോലെ ഇത് മുഴുവൻ ചെടിത്തൈകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് വീട്ടിലേക്കുള്ള പച്ചക്കറികളുടെ തൈകളൊക്കെയാണ്. അതുപോലെ വസ്ത്രങ്ങളിലെ കറ കളയുന്നത്, അതുപോലെ ചുമരുകൾ, അതുപോലെ പ്ലാസ്റ്റിക് ഒക്കെ ഒട്ടിക്കുന്നത്. പ്ലാസ്റ്റിക് തന്നെയല്ല, PVC പൈപ്പ്, വാട്ടർ ടാങ്ക്, ടൈൽസ്, ഇതെല്ലാം ഒട്ടിക്കുന്ന ചെറിയ ചോപ്പ് പോലത്തെ സാധനം. അതിന് 80 രൂപയാണ് അതിൻ്റെ വില. ഇത് ഗ്ലാസ്സുകളുടെ ശേഖരമാണ്. ഇതിവിടെ ഓഫറാണ്. ഗ്ലാസ് എടുക്കുന്നതനുസരിച്ച് കണ്ട ഇവിടെ എല്ലാം കണ്ട ഗ്ലാസ് 4 എണ്ണം 100 രൂപ, ഭരണി, അങ്ങനെ എല്ലാത്തിനും ഓഫറുകളാണ്. അതുപോലെ ഇത് കുട്ടികളുടെ
ഒരു സെക്ഷനാണ്. കളറിങ്ങിന് വേണ്ടിയുള്ളതാണ്. പെട്ടെന്ന് കളർ ചെയ്യാം. ഇത് കരിപ്പട്ടിയാണ്, പാലക്കാടൻ കരിപ്പട്ടി. ആയുർവേദത്തിലെല്ലാം ഉപയോഗിക്കുന്ന സാധനമാണ് കരിപ്പട്ടി എന്ന് പറയുന്നത്. നിരവധി അസുഖങ്ങളുടെ പ്രതിവിധിയാണ്. അതുപോലെ ഇത് ഇവിടെ മോപ്പിൻ്റെയൊക്കെ ഒരു ശേഖരമാണ്. വീടുകളിൽ ഫാൻ ക്ലീൻ ചെയ്യാനും ഒക്കെ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാം. അങ്ങനെയുള്ള ഒരുപാട് ഉപകരണങ്ങൾ അവിടെയുണ്ട്. ഇത് ഇലക്ട്രോണിക്കിൻ്റെ ഒരു ഷോപ്പാണ്. ഇവിടെ ചെറിയ ഫാനുകൾ, അങ്ങനെയുള്ള ടോർച്ച്, LED അങ്ങനെയുള്ള എല്ലാം ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇത് കുട്ടികൾക്കൊരു റൈഡാണ്. ഇത് കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. നമുക്ക് റേസിംഗ് ഒക്കെ ഇവിടെ ചെയ്യാം. അതുപോലെ കുട്ടികളുടെ കളിപ്പാട്ടത്തിൻ്റെ ഒരു നീണ്ട നിര തന്നെയാണ് ഇവിടെ ഉള്ളത്. ഇത് മുഴുവൻ കളിപ്പാട്ടങ്ങളാണ്. അതുപോലെ ഇത് നെല്ലിക്ക കൊണ്ടുള്ള ഇവിടെ ഇതെല്ലാം ഓഫറാണ്. ഈ കളിപ്പാട്ടത്തിന് ഓഫറുണ്ട് ഇഷ്ടം പോലെ. 10-20 രൂപ തൊട്ട്. ഇത് നെല്ലിക്കയുടെ സിറപ്പുകൾ, അതുപോലെ സ്ക്വാഷ്, അങ്ങനെ വേണ്ട നെല്ലിക്കായും കൊണ്ടുള്ള ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഇവിടെയുണ്ട്. അച്ചാറടക്ക എല്ലാം ഉണ്ട് ഇവിടെ. ഇത് പെർഫ്യൂംസിൻ്റെ ഒരു ഷോപ്പാണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഒരുപാട് വില വരുന്നതാണെന്ന് ഓർക്കും. ഇതെല്ലാം വളരെ വിലക്കുറവാണ്. പല വെറൈറ്റി ഐറ്റംസ് ഉണ്ട്. അതുപോലെ പോപ്കോണ്, അതുപോലെ ഇവിടെ ചീസ്, ടൊമാറ്റോ, അങ്ങനെയുള്ള വെറൈറ്റി ഒരുപാട് ഐറ്റംസ്. അതുപോലെ ഇത് ബാഗിൻ്റെ ഒരു ശേഖരമാണ്. ഞാനിത് മുമ്പ് കണ്ടായിരുന്നു. പേഴ്സായിട്ട് ഉപയോഗിക്കാം. അതായത് നമ്മുടെ പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറച്ചുകൊണ്ട് പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനത്തിന് ഞങ്ങളുടെ ഭാഗമായിട്ട് ഞങ്ങളുടെ വനിതാ കൂട്ടായ്മ അംഗങ്ങൾ അവരുടെ വീടുകളിൽ സ്വന്തമായിട്ട് എന്തായാലും ഓരോ വീടുകളിലും തയ്യൽ മെഷീനുണ്ട്. ആ തയ്യൽ മെഷീൻ കൊണ്ട് ചെയ്യാവുന്ന ഒരു ഉപജീവന മാർഗമായിട്ട് ഇത് കൊണ്ടുപോകുന്നതാണ്. അതിലുപരിയായിട്ട് പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രവർത്തനത്തിന്. അതോടൊപ്പം തന്നെ ഞങ്ങൾ ഈ പ്രിന്റിംഗ് പഠിപ്പിക്കുന്നത്. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ ഒരു യൂണിറ്റ് നമ്മൾ മെഷീനറീസ് എടുക്കുകയാണെങ്കിൽ 10-30 ലക്ഷം രൂപ വേണം. ഏറ്റവും കുറഞ്ഞ മുതൽ മുടക്കില് ഒരു 30,000 രൂപ മുടക്കിയാൽ 30 പേർക്ക് തൊഴിൽ ചെയ്യാവുന്ന ഒരു മേഖല. ഇത് നല്ല ഇപ്പോഴത്തെ ഈ പ്ലാസ്റ്റിക്കിന്റെ ഒക്കെ ആണ് ഞങ്ങളുടെ ലക്ഷ്യം. അതെ, ഞങ്ങൾ ഇതൊരു കേരള ബാഗ് വർക്കേഴ്സ് യൂണിയൻ എന്ന് പറഞ്ഞൊരു സ്വതന്ത്ര സംഘടനയാണ്. ആ യൂണിറ്റുകൾ ചെയ്യുന്ന ഓരോ യൂണിറ്റുകൾ ചെയ്യുന്ന പ്രൊഡക്റ്റാണ് ഇത്. ഇപ്പൊ കോട്ടയത്ത് ബാഗ് നിർമ്മാണം കുറവായിട്ട് ഞങ്ങൾ പ്രകൃതി സൗഹൃദ ബാഗ് നിർമ്മാണ വനിതാ കൂട്ടായ്മ എന്ന് പറഞ്ഞൊരു സംരംഭം രൂപീകരിച്ചിട്ട് അവരെ പഠിപ്പിച്ചിട്ട് അവരുടെ വീടുകളിൽ ചെയ്യുന്നതാണ്. എന്നിട്ട് അവരുടെ പ്രൊഡക്റ്റുകൾ ഞങ്ങൾ എടുക്കുന്നു, അല്ലെങ്കിൽ അവരെ കൊണ്ട് ഇതുപോലെ മാർക്കറ്റ് ചെയ്യിക്കുന്നു. അപ്പൊ അവരെ നമ്മുടെ മാർക്കറ്റിംഗ് ആണ് ഇന്ന് പ്രോബ്ലം. മാർക്കറ്റിംഗും പ്രോബ്ലം വരുന്നില്ല. ഇത് പ്രകൃതി സംരക്ഷണത്തിന്റെ ഭാഗമാണ്. യൂണിറ്റായിട്ട് രൂപീകരിക്കാനായിട്ട് സർക്കാരിൽ നിന്ന് ഗ്രാന്റ് ഉണ്ട്, സബ്സിഡി ഉണ്ട് വനിതകൾ. അപ്പൊ ആ മേഖലകളിലേക്ക് എത്തിക്കാനുള്ള എല്ലാവിധ കൂടുതൽ ജനങ്ങൾക്കുള്ളിലേക്ക് എത്തണം. അതുകൊണ്ടാണല്ലോ എല്ലാവരും ഇത് ചെയ്യുന്നുണ്ട്. CPM കാഞ്ഞിരപ്പള്ളി ഏരിയ സമ്മേളനം ഇത് വയനാട്ടിൽ ഞങ്ങൾ പോയി പഠിപ്പിച്ച് അവിടെയുള്ളവർ പഠിച്ചിട്ട് അവർ ചെയ്യുന്നതാണ്. അതോടൊപ്പം തന്നെ ഇതാണെങ്കിൽ ചെയ്തു കൊടുക്കുന്നതല്ലേ ഞങ്ങൾ പഠിപ്പിച്ചിട്ട്. ഇത് ചേർത്തല പഞ്ചായത്തിൽ അവർ വന്ന് പഠിപ്പിച്ചിട്ട് ഞങ്ങൾ പഠിപ്പിച്ചിട്ട് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞാൽ ഇതുപോലെ പേഴ്സ് പോലെ ഇരിക്കും. ആ പേഴ്സ് തുറന്നു കഴിയുമ്പോൾ ഇതൊരു പേഴ്സ് പോലെ മാർക്കറ്റിൽ പോകുമ്പോൾ ഇതുപോലെ പേഴ്സ് പോലെ കൊണ്ടുപോകാം. തുറന്നു കഴിയുമ്പോൾ ഇതൊരു ഷോപ്പറാണ്. ഇതിന് ഞങ്ങൾ ഇട്ടിട്ടുള്ള പേര് തന്നെ മാജിക് ഷോപ്പർ എന്നാണ്. അപ്പോൾ വയനാട്ടിൽ ആ ദുരന്തം ഉണ്ടായപ്പോൾ ഞങ്ങൾ അവിടെ പോയി 100 പേരെ പഠിപ്പിച്ചിട്ട് കലക്ടറൊക്കെ ഇതിലെ ഞങ്ങളിവിടുന്ന് പോയി ഇവിടുത്തെ കോട്ടയത്തെ സത്യത്തിലാണ് ഞങ്ങൾ പോയത്. അപ്പോൾ അവരൊരു ജീവിതമാർഗമാക്കി കൊണ്ട് നടക്കാൻ ഞാനിവിടുത്തെ വ്യവസായ കേന്ദ്രത്തിന്റെ ടൂറും കൂടിയാണ്. അപ്പം കേരള ബാഗ് വർക്കേഴ്സ് യൂണിയൻ ഞങ്ങൾക്ക് സ്വതന്ത്ര സംഘടനയാണ്. ഓൾ കേരള. ഞാൻ എന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. എന്റെ പേര് ഹംസക്കാട്. ഇവിടെ കോട്ടയത്ത് തന്നെ. കോട്ടയത്ത് ഇല്ലിക്കല് താഴത്തങ്ങാടി. അപ്പൊ അതിന് കേരളത്തിലെ ബാക്കി എല്ലായിടത്തും ബാഗ് കമ്പനികളുണ്ട്. കോട്ടയം ജില്ലയിൽ ബാഗ് കമ്പനികൾ കുറവാണ്. ഉണ്ട്, കുറവാണ്. നമ്മുടെ മെഡിക്കൽ കോളേജിന്റെ അപ്പുറമാണല്ലോ. ഉണ്ട്, അവിടെയൊക്കെ ഉണ്ട്. അപ്പം കമ്പനി ഞാൻ പോയിട്ടുണ്ട്. ബാഗ് എടുത്തിട്ടുള്ളൂ. അപ്പം മാർവല്ലേ? ഞങ്ങള് ഇവിടെ കോട്ടയത്ത് പ്രകൃതി നിർമ്മാണ വനിതാ കൂട്ടായ്മ എന്ന് പറഞ്ഞ രൂപീകരിച്ചിട്ട് അവർക്ക് സൗജന്യമായിട്ട് ക്ലാസ് കൊടുത്ത് പഠിപ്പിച്ചിട്ട് ഞങ്ങൾ ഇത് ചിലപ്പോൾ ഞങ്ങള്
അല്ല ഇതിന്റെ വില എന്താണ് ഇത് സാധാരണ? കോസ്റ്റ് 100 രൂപ ഞങ്ങൾ കൊടുക്കുന്നത്. കാരണം ഇതിന് 2 സിപ്പ് ഉണ്ട്. ഇപ്പം റേഷൻ കടയിൽ പോകുമ്പോൾ അവിടെ മൊബൈലോ പൈസയോ പേഴ്സൊക്കെ സാധനമൊക്കെ വെക്കാം. ഓക്കെ. അതുകൂടാതെ ഇത് കവർ ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ പേഴ്സായി. ഇപ്പൊ ഒരു പാർട്ടി സമ്മേളനത്തിൽ ബസ്സിലൊക്കെ ആണെങ്കിൽ കൊണ്ടുപോകാൻ ഏറ്റവും സൗകര്യമാണ്. ഏറ്റവും ഇതായത് അങ്ങനെ ഒരു പ്രോഡക്റ്റ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അടുത്തത് നമ്മുടെ കോഴി ഞങ്ങൾ നിശ്ചയിതാണ്. തീർച്ചയായിട്ടും നല്ല കാര്യം. ഇതൊരു പിള്ളേർക്ക് കളിക്കാനുള്ള തോക്കാണ്. ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന തിരയെന്ന് പറയുന്നത് തീപ്പെട്ടി കമ്പാണ്. നല്ല സൗണ്ടാണ് അതിന്. അപ്പോൾ നമ്മുടെ സുഹൃത്ത് പാമ്പാടിക്കാരൻ ന്യൂസ് ചെയ്യുന്ന ജോവോനും ഇവിടെ വീഡിയോ എടുക്കുന്നുണ്ട്. ഞങ്ങൾ രണ്ടും കൂടെ ഒരു സമയത്താണ് അവിടെ ചെന്നത്. ഇനി ഇവിടെ ഒരുക്കിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ചെറിയ തൈകളൊക്കെയാണ്. വീട്ടിൽ നട്ടു വളർത്താൻ പറ്റിയ തൈകളൊക്കെയാണ്. പെട്ടെന്ന് കായ്ക്കുന്ന ഒരുപാട് ഐറ്റംസ് ഉണ്ട്. മുന്തിരിയുണ്ട്, അതുപോലെ കുരുമുളകുണ്ട്, മാവുണ്ട്, പ്ലാവുണ്ട്, തെങ്ങിൻ തൈ ഉണ്ട്. അങ്ങനെ നിരവധി തൈകൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് മേടിക്കാം. അതുപോലെ ഇവിടെ ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഒരു സ്റ്റാളും കൂടെ ഇവിടെ ഉണ്ട്. കാരണം അവരുടെ ഒരുപാട് ലോഷന് അങ്ങനെയുള്ള കുറേ ഐറ്റംസ് ഒക്കെ അവിടെ ഉണ്ട്. പിന്നെ മാങ്ങയൊക്കെ കായ്ച്ച് നിൽക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ അവധിക്കാലത്ത് കുട്ടികളെയായിട്ട് വന്നു കഴിഞ്ഞാൽ അവർക്കെല്ലാം ഒരുപാട് കാഴ്ചകൾ ഇവിടെ കാണാനുണ്ട്. രസകരമായ ഓരോരോ കാഴ്ചകളുണ്ട്. അവർക്ക് വേണ്ട സാധനങ്ങളെല്ലാം ഇവിടെയുണ്ട്. അപ്പം ഇത് 10 ദിവസമാണ് കോട്ടയത്തുള്ളത്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ഈ സ്റ്റോളൊന്ന് സന്ദർശിക്കുക.